ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് പ്രിൻസ് ഓഫ് എ സോഷ്യൽ വർക്കർ എന്നീ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോമിയോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിനെ കുറിച്ചാണ്. നിങ്ങൾ പലരും ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടാവും. ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കളക്ട് ചെയ്യാനും അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് നമ്മുടെ പുല്ലേപ്പടിയിലുള്ള എറണാകുളം ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റലിലേക്കാണ്. പോകുന്ന വഴി ബേസിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഇമ്മ്യൂണിറ്റി ഗുളിക വാങ്ങിക്കുന്നത് 100ഓളം ആളുകൾക്കാണ്. ആ 100ഓളം ആളുകൾക്ക് എങ്ങനെ വാങ്ങിക്കും എന്നുള്ള പ്രൊസീജിയേഴ്സും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗുളിക ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ സർക്കാർ ജില്ലാ ആശുപത്രിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് ഇമ്മ്യൂൺ ബൂസ്റ്റർ, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഇമ്മ്യൂൺ ബൂസ്റ്റർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. അപ്പം നമുക്ക് നേരെ ഉള്ളിൽ ചെന്ന് നമുക്കിതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പെർമിഷൻ വാങ്ങിച്ചായിരുന്നു ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന്. എൻ്റെ ഇവിടെ നമ്മുടെ ബേസിൽ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ജില്ലാ ഹോമിയോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഇമ്മ്യൂൺ ബൂസ്റ്റ് കിട്ടുന്ന സ്ഥലം. ആദ്യം ഇവിടെ നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ടാണ് ഇരിക്കുന്ന. ആണ് OP ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണിത്. OP എടുത്തിട്ട് വേണം, ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ ചെന്ന് കളക്ട്. വൈറ്റില, അതെ. കാരണം OP പ്രവർത്തന സമയം 9 മണി മുതൽ 2 മണി വരെയാണ് നിങ്ങൾക്ക് ഇവിടെ മരുന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. $394. താഴെ ഈ G1. ഓക്കെ ജി. ഓക്കെ ജി. യെസ്. ഓക്കെ, താങ്ക് യു. നമുക്കിവിടെ ഒരു ടോക്കൺ നമ്പർ കിട്ടും. ആ ടോക്കൺ നമ്പർ നമ്മൾ അവിടെ വിളിക്കും. നമ്മളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ 300 സമയം എടുക്കും നമ്മുടെ. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് 100ഓളം ആളുകൾക്കുള്ള ഗുളികളാണ് ആവശ്യം. അതായത് ഒരു A4 സൈസ് പേപ്പറിൽ ഒരു റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്കാരുടെ പേര്, വയസ്സ്, ജെൻഡർ, ഈ 3 കാര്യങ്ങൾ എഴുതി നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ ഇതേപോലെ നമ്മളിവിടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ടോക്കൺ ലഭിക്കുന്നതാണ്. ഇവിടെ കിട്ടുക ഡോക്ടേഴ്സിൻ്റെ ക്യാബിൻസാണ്. ഇവിടെ ഞാൻ ഡോക്ടർ ശ്രീലേഖ, എറണാകുളം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ ക്ലിനിക് സദ്ഗമയുടെ കൺവീനറാണ്. മാഡം, എന്താണ് ഹോമിയോ ബൂസ്റ്റർ? ഹോമിയോപ്പതിയുടെ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് പറയേണ്ടി വരും. അത് പറയുമ്പോൾ അതും തന്നെ നമ്മൾ ഒരു രോഗത്തെ ചികിത്സിക്കുന്നത് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് രോഗിക്ക് വരുന്ന ഒരു അസുഖം വരുമ്പോൾ രോഗിക്ക് ഉണ്ടാകുന്ന സിംറ്റംസ്, അത് പത്തോളജിക്കലി ആ അസുഖത്തിനുള്ള ലക്ഷണങ്ങളും ആവാം, അതോടൊപ്പം തന്നെ രോഗിക്ക് ഫീൽ ചെയ്യുന്ന കുറേ സിംറ്റംസും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് നോർമലി വരുമ്പോൾ ഉള്ള ഒരു അസുഖത്തെ ചികിത്സിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ ബൂസ്റ്റർ ആകുമ്പോൾ ഇതേപോലെ തന്നെ ഒരു അസുഖം, ഇപ്പോൾ കോവിഡ് ആവട്ടെ, അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ ആവട്ടെ, ഡെങ്കി ആവട്ടെ, ഏത് അസുഖമായാലും അത് വരുന്ന ഒരുപാട് രോഗികളെ നമ്മൾ നിരീക്ഷിക്കുന്നു. അവരിലുള്ള എല്ലാ സിംറ്റംസ്, ഇതുപോലത്തെ രോഗലക്ഷണങ്ങൾ നിരീക്ഷിക്കുകയും അതിലൂടെ ഒരു മരുന്ന്, അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു മരുന്ന് കണ്ടെത്തുകയും
ആ കണ്ടെത്തുന്ന മരുന്ന് നമ്മൾ നാട്ടിലെങ്ങും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് ആയാലും ഇപ്പോൾ അതുപോലെ തന്നെ അതിന് നമുക്ക് പ്രതിരോധിക്കാൻ നമ്മളെ പ്രിവെൻറ്റീവ് ആയിട്ടല്ല, ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മരുന്നായിട്ടാണ് നമ്മൾ ഇപ്പം കൊടുക്കുന്നത്. മാഡം, റീച്ച് എന്ന് പറഞ്ഞ സംഘടനയെ കുറിച്ച് ഞാൻ കേട്ടായിരുന്നു. എന്താണ് ഈ റീച്ച്? റീച്ച് എന്ന ഒരു സംഘടനയുണ്ട് നമ്മുടെ കേരളത്തിൽ. അതായത് ഗവൺമെൻറ് തലത്തിലുള്ള ഡോക്ടർമാരും പ്രൈവറ്റ് തലത്തിലുള്ള ഡോക്ടർമാരും കൂടി ചേർന്നതാണ് ഈ യൂണിറ്റ്. അപ്പോൾ ഒരു എപ്പിഡമിക് ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ ഇവർ പോയിട്ട് ഇതിൽപ്പെടുന്ന ഡോക്ടർമാർ ആ സ്ഥലത്ത് ചെല്ലുകയും നിരവധി രോഗികളെ പരിശോധിക്കുകയും അവരുടെ രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മരുന്ന് ആ ഏരിയയിലേക്ക് നിശ്ചയിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ ആ ഏരിയയിൽ ആ മരുന്ന് കൊടുക്കുന്നത്. ഇത് ഡെങ്കു, ചിക്കൻ ഗുനിയ എല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളെ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിശ്ചയിച്ച റീച്ച്, റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ സെൽ ഇൻ ഹോമിയോപ്പത്തി, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അവർ നിശ്ചയിക്കുന്ന മരുന്നാണ് നമ്മൾ നാട്ടിൽ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ മരുന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയമാണ് നിശ്ചയിച്ചത്. ആർസനിക്കാൾ 30 എന്ന മെഡിസിനാണ് ഇപ്പോൾ അവർ നിർദ്ദേശിച്ച പ്രകാരം ഇന്ത്യയിൽ മൊത്തം കൊടുക്കുന്നത്. മാഡം, എൻ്റെ അടുത്ത ചോദ്യം, എവിടെ നിന്നെല്ലാം നമുക്ക് ഈ മരുന്ന് ലഭിക്കും? ഇത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറികൾ എവിടെ പോയാലും നിങ്ങൾക്കിത് കിട്ടുന്നതാണ്. അതുകൂടാതെ തന്നെ എല്ലാ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സും നിങ്ങളുടെ അടുത്ത് ഇപ്പം എവിടെയാണെങ്കിലും പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഇഷ്ടംപോലെ കാണും. അപ്പോൾ അവരുടെ അടുത്ത് പോയാലും നിങ്ങൾക്ക് ഈ മരുന്ന് അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. മാഡം പറഞ്ഞ ഈ മരുന്നുകൾ കഴിക്കേണ്ട സമയക്രമം എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സർക്കാർ തലത്തിൽ ഇപ്പം മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം കൊടുക്കുന്നത് ആർസനിക് ആൽബിൻ്റെ ടാബ്ലറ്റാണ്. സ്ട്രിപ്പ് രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. ആ ടാബ്ലറ്റാണ്. അത് ആണെങ്കിൽ 3 ഗുളിക, അതായത് ഓരോരോ ഗുളിക ഒരു ദിവസം രാവിലെ ഭക്ഷണത്തിന് മുമ്പേ, വെറും വയറ്റിൽ ഭക്ഷണത്തിന് മുമ്പേ അടുപ്പിച്ച് 3 ദിവസം കഴിക്കുക. ഇതാണ് അതിൻ്റെ കഴിക്കേണ്ട ക്രമം. 12 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അത് 1/2 ഗുളിക വീതം കഴിച്ചാൽ മതിയാവും. അതല്ലാതെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ ഗ്ലോബ്യൂൾസ് ഉരുണ്ട ഗുളികകളിലും കിട്ടുന്നതാവും. ഇങ്ങനെയാണെങ്കിൽ 4 ഗുളിക ഇതേപോലെ തന്നെ വെറും വയറ്റിൽ 3 ദിവസം അടുപ്പിച്ച് കഴിക്കുക. 12 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 2 ഗുളിക കഴിച്ചാൽ മതിയാവും. മാഡം, നമ്മുടെ മരുന്ന് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ നമ്മൾക്കെല്ലാവർക്കുമുള്ള പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖം വരാതിരിക്കാനുള്ള ചാൻസ് കൂടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മരുന്ന് കഴിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനൊരു ഷീറ്റ് കെട്ടി നമ്മളിനി ഫാർമസിയിൽ കാണിച്ചാൽ നമുക്ക് നമ്മുടെ ഗുളിക കിട്ടും. ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചി, ഓക്കെ മതി മതി, ഇത് മതി. ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചി, താങ്ക് യു വെരി മച്ച്, താങ്ക്സ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമെന്ന വിശ്വാസത്തോടെ ഷാന ജോസ് ആൻഡ് ബേസിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.